ഹായ് കൂട്ടുകാരെ, അപ്പോൾ റമീസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞത് വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇന്ന് ഗോവക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ഗോവയ്ക്കൊക്കെ അരിഞ്ഞ് റെഡിയാക്കണേന്നിട്ടാ. അപ്പോൾ അങ്ങനെ ഗോവയ്ക്കൊക്കെ അരിഞ്ഞ് ഇതാ റെഡിയാക്കാൻ പോണാണ്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ശബരിമലക്ക് പോയതുകൊണ്ട് ഞാനും പിന്നെ സൗമ്യയും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്കും അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കണല്ലോ കേട്ടോ. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കൊണ്ടാട്ടമുളക് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഗോവക്കയുടെ ഇതൊക്കെ റെഡിയാക്കണേണ്. കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തതാ മസാലയൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഗോവയ്ക്ക് അതിലേക്ക് ഇട്ടിടാ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ആ മലക്ക് പോയവർ ഇന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ മല കയറിയത്. പിന്നെ നാളെ രാവിലെ ഇറങ്ങുള്ളവർ അങ്ങനെ നാളെ വൈകുന്നേരമൊക്കെ ആവും വീട്ടിലെത്തുമ്പോൾ എന്നാണ് പറഞ്ഞത്. അവർ പമ്പയിൽ പമ്പവിളക്കും പമ്പാ സദ്യ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടിട്ടാണ് ലേറ്റ് ആവണത്. തിങ്കളാഴ്ച രാവിലെ പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഗോവക്കത്തോരനൊക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ പഞ്ചസാര കുപ്പിയിലെ പഞ്ചസാര തീർന്നിട്ടാ. അപ്പോൾ അത് വാങ്ങി വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിന് കുപ്പിയിലേക്ക് ഇടാം. കെട്ടഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കടയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനൊരു കഷ്ടപ്പെട്ട് ആ കെട്ടൊക്കെ അഴിച്ചെടുത്തിട്ടാ. അപ്പോൾ അങ്ങനെ കുപ്പിയിലേക്ക് പഞ്ചസാരയൊക്കെ നിറച്ചതാ. കുപ്പി അങ്ങനെ തന്നെ അത് മുക്കിയിട്ട് ഞാൻ നിറച്ചെടുത്തിട്ടാ. അപ്പോൾ ഇവിടെ ഉറുമ്പ് വരാതിരിക്കാൻ നല്ല അടിപൊളി ടൈറ്റൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ പഞ്ചസാര ഇതൊക്കെ കെട്ടി വെക്കണ്ടിട്ടാ. ചേട്ടൻ കെട്ടിയ പോലെ അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ കെട്ടി കഴിഞ്ഞ് വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പോയി കുളിക്കാനുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വേണം, പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം അടുത്ത പരിപാടികൾ. അപ്പച്ചതേൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ വിളക്കൊക്കെ വെച്ച് ടി വി കാണണേണ്ട. ഞാനങ്ങനെ കുളിച്ചൊക്കെ വന്നു. നമ്മുടെ ഗോവക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണേ കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയത് സ്വയം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ കൊള്ളാം, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് ഓഫീസിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിങ്ങമ്പഴം എടുത്ത് കഴിക്കേണ്ട ഇന്നലെ വാങ്ങിയത് അണ്ട വരുമ്പോൾ അങ്ങനെ ഒരെണ്ണം അച്ഛനും കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛന് കൊടുത്തു. അച്ഛനപ്പോൾ ക്യാമറയിലേക്ക് നോക്കിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എപ്പോഴും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടിങ്ങൊക്കെ വേണ്ട. അപ്പോൾ അങ്ങനെ അപ്പോൾ അച്ഛനും ഞാനത് പഴം കഴിക്കണേണ്ട. അപ്പോൾ നമ്മുടെ സൗമ്യ അവിടെ ഇരുന്ന് ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ ഇരുന്ന് കാണണേണ്ട. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞാനിതാ ചട്ടിച്ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടിന്ന്. സ്പെഷ്യൽ ചട്ടിച്ചോറ് കഴിച്ചാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗോവക്ക ബാക്കിയുള്ളതിലേക്ക് ഞാൻ എൻ്റെ ചോറങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ഇതാണ് നമ്മുടെ ഗോവക്ക ചട്ടിച്ചോറട്ടാ. കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. കൊണ്ടാട്ടമുളക് ഞാൻ എടുത്തില്ല. പിന്നെ നമ്മുടെ മാങ്ങാച്ചാറുണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറാണ്. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഗോവക്ക ചട്ടിച്ചോറും കൂടി ഞാൻ ഒരു സൂപ്പർ പിടിയൊക്കെ പിടിച്ചു വിട്ടാ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അച്ഛനത് അവിടെ ടി വി കാണണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഇടാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, സീ യു, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. സീ ഡ്രീം.